ഹായ്, റേറ്റ് കിട്ടണില്ല. കഴിഞ്ഞ സീസണേക്കാൾ ഈ സീസണിൽ റേറ്റ് കിട്ടുന്നില്ല, നല്ല വർക്കുകൾ എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ എപ്പോഴും എല്ലാവരും കംപ്ലൈന്റ് പറയാറുണ്ട്. ഇതിന് കാരണം പുതിയ ഇവന്റുകൾ വന്നത് മാത്രമല്ല, ഓൾറെഡി ചെയ്യുന്നവര് കറക്റ്റായിട്ട് ബഡ്ജറ്റ് ചെയ്യാത്തതിന്റെ കാരണമാണ്. അപ്പോൾ എല്ലാവരും ഈ കാര്യത്തിനെ പറ്റി പഠിക്കാതെ ചെയ്യുമ്പോൾ 1000-ന് കിട്ടിയ സാധനം പലപ്പോഴും 850-നോ അല്ലെങ്കിൽ 700-നൊക്കെയാണ് വെക്കുന്നത്. ഇതിന് കാര്യങ്ങൾ എങ്ങനെ കൂട്ടാറുള്ളതിന് ചെറിയൊരു ബ്രീഫ് പറഞ്ഞുതരാം. അതായത് നമുക്ക് ഒരു സ്റ്റേജ് പുതിയതായിട്ട് ഉണ്ടാക്കാനായിട്ട് 10,000 രൂപ ചെലവ് വരുന്നുണ്ട് നിൽക്കുക. ചെലവ് കൂട്ടുമ്പോൾ അതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂട്ടണം. അത് കൂട്ടാതെ അത് ചെയ്യാൻ എത്ര ലേബർ പോകണോ ആ ലേബറിന്റെ കോസ്റ്റ് കൂട്ടണം. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷന്റെ കോസ്റ്റ് എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള നെറ്റ് കോസ്റ്റ് പ്ലസ് ഒരു 40-50% പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ കസ്റ്റമറിന് ബില്ല് ചെയ്യാൻ. അതായത് 10,000 രൂപയുടെ ഒരു ചെലവ് വരുന്ന സ്റ്റേജിന് 15,000 രൂപ വേണം നിങ്ങൾ കസ്റ്റമറിന് ബില്ല് ചെയ്യാൻ. പലരും 10,000 രൂപയുടെ ഒരു സ്റ്റേജ് വരുമ്പോൾ അതിന് 7,000 രൂപ അല്ലെങ്കിൽ 6,000 രൂപ ഒക്കെ ഇട്ട് 2-3 വർക്ക് ഇട്ടിട്ട് മുതലാവുമല്ലോ എന്നുള്ള കൺസെപ്റ്റിലാണ് ചെയ്തു പോകുന്നത്. ഈ 10,000 വരാൻ കാരണം ആരെയും ചെറുതാക്കി കാണാനല്ല, 1,00,000 രൂപയോ 2,00,000 രൂപയുടെ ഒക്കെ സ്റ്റേ ചെയ്യുന്ന ഒരു അവസ്ഥ ഇത് തന്നെയാണ്. ഇങ്ങനെയല്ല പോസ്റ്റ് ചെയ്യേണ്ടത്. താങ്ക് യു.